ഹലോ ഹായ് ഹായ് നമസ്കാരം. ഹായ് എന്താ വിശേഷം? യാ ഇത് പൊന്നപ്പനാണ്. വെൽക്കം പറ. ഹായ് വെൽക്കം ടു ലിവ് ബൈ ബൈ നെക്സ്റ്റ് ടൈം സൗണ്ട് കേൾപ്പിക്കേ. യാ ഓക്കെ, ഇനി പറഞ്ഞു തുടങ്ങാം. ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടു. അമ്മ പറയട്ടെ, ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടു. വീഡിയോ അധികമൊന്നും പോയിട്ടില്ല, കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. താഴെയൊന്നും ഞാനിപ്പോൾ നോക്കിയില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടും, പരിശ്രമം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ സമ്മർ തന്നെയാണല്ലോ, അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് എല്ലാ ദിവസവും ഞാൻ വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേക്കണതാണ്, 3:15. ഇന്ന് ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകി. എന്ന് വെച്ചാൽ അലാറം അടിച്ചതും കേട്ടില്ല. ഞാൻ 5:30, പിന്നെ കുറച്ചുകൂടെ കിടന്ന് ഒരു 6 മണിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റെ. എന്നിട്ട് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ഒരു 8 മണിയായപ്പോൾ എണീച്ചേ. അപ്പോൾ കൊച്ചിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ഫുഡ് കൊടുത്തു. അത് ഞങ്ങൾ ലഞ്ച് എല്ലാം കഴിഞ്ഞ് ഇരിക്കണം. അപ്പോൾ വൈകുന്നേരം ഇവിടെ സമയം ഒരു 3 മണി കഴിഞ്ഞ് 4 മണി. എന്നിട്ട് ഷോപ്പിൽ പോകാണ്ടായിരുന്നു, കുറച്ച് ഗ്രോസറിയും സോപ്പ് വാട്ടറും കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ അതൊക്കെ വാങ്ങിച്ചു വന്നു. എന്നിട്ട് ഇരിക്കുന്നു. നാളെ ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആളെ പുറത്ത് പോകണം. ഇന്ന് ക്ലൗഡി ഡേ ആണ് ഇവിടെ. പിന്നെ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഒരു സബ്ജക്റ്റിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും സൂക്ഷിക്കണം. ഈ സെക്കൻഡ് മാരേജിന് പോകുന്ന, മാട്രിമോണി വഴി പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. കാരണം പെണ്ണുങ്ങളും ഇപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. ആണുങ്ങൾ ഇങ്ങനെയൊക്കെ വരും. പണ്ട് ഈ വാഗത്തട്ടിപ്പെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ എനിക്ക് കുറേ കേട്ട് പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു കഥയായിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മാട്രിമോണിയിൽ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. നടന്ന കാര്യം അതിനകത്ത് ഈ ആൾക്കാർ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, എനിക്കറിയില്ല അതിനകത്ത് ഓപ്ഷൻ ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് അതിനകത്ത് ചെയ്തോന്ന് അതില്ലാന്ന് തോന്നണം. അപ്പോൾ എത്ര കല്യാണം കഴിച്ചാലും ഇപ്പം ചിലപ്പോൾ ലീഗലി മാരേജ് വേറെ ഉണ്ടായിട്ടും പല ആൾക്കാരെ വേറെ കെട്ടി അപ്പം ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ സെക്കൻഡ് എന്നായിരിക്കും എല്ലാവരും പറഞ്ഞത്. പക്ഷേ പല കല്യാണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ലീഗലായിട്ടുണ്ടാവും, ഇതിന് ലിവിങ് ടുഗദർ വേറെ കുറേ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ നമുക്ക് മറ്റേ ആൾ നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ, അപ്പോൾ എല്ലാവരും അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കും ആൾക്കാർ. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ വരുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ചില ആൾക്കാർ ഒറിജിനലായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഡൈവോഴ്സൊക്കെ കഴിഞ്ഞ് ഒറിജിനൽ ഒരു ഫാമിലി വേണമെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അത് ഓക്കെ. അല്ലാതെ മറ്റു ഭാഗത്ത് ആ പെൺകുട്ടി വിചാരിക്കുന്ന നല്ലൊരു ജീവിതം കിട്ടുകയാണ്. അപ്പോൾ ഇവർ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഫൈൻഡ് ചെയ്യുമല്ലോ. ഒരാളുടെ ഫോട്ടോ നല്ലതാണ്, നല്ല വലിയ പ്രൊഫൈല്, ജോബ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ ഓക്കെ, നല്ല പയ്യനാണ്, എല്ലാം കണ്ടും. പിന്നെ കുറച്ച് സംസാരിച്ചതിന് ശേഷമായിരിക്കും വീട്ടുകാരൊക്കെ, ഇപ്പോൾ സെക്കൻഡ് മാരേജൊക്കെ മിക്കവാറും പയ്യൻ തന്നെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അതിനുശേഷം അപ്പോൾ പയ്യനായിരിക്കും ഇത് ചെയ്യണത്. ഇപ്പോൾ പെൺകുട്ടിയൊക്കെ ആയിട്ട് സംസാരിച്ച് സെക്കൻഡ് മാരേജ് അല്ല അവിടെയും കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും എന്നാൽ പിന്നെ കൊള്ളാം, ഈ കുട്ടി കൊള്ളാം, രണ്ടുപേർക്കും ഓക്കെ, നല്ല ജോലിയുണ്ട് ഇന്ന സ്ഥലത്ത്, ചിലപ്പോൾ പ്രത്യേകിച്ച് വിദേശത്തും വലിയ ഹൈഫൈ ജോലിയൊക്കെ ആകുമ്പോൾ എല്ലാവരും വീഴും. അങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന പുരുഷന്മാരുണ്ടാവും, നല്ല കയ്യിലെടുക്കാൻ. അങ്ങനെ സംസാരിച്ച് കയ്യിലെടുത്ത് കഴിയുമ്പോൾ നമ്മളോട് പല കാര്യങ്ങളും പറയുമായിരിക്കും. അതെല്ലാം അപ്പോൾ അങ്ങനെയാകുമ്പോൾ സംസാരിച്ച് എല്ലാം പിന്നെ അടുത്ത ട്രിക്കാണ് അവരുടെ വീട്ടിൽ, ഇത് കള്ളത്തരല്ല കാണിക്കാൻ പോണേ, അവരുടെ വീട്ടിൽ പറയില്ല, വീട്ടിലറിയില്ല. വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, കൊച്ചുങ്ങളുണ്ടാവും, അതൊന്നും പറയത്തില്ല. ചിലപ്പോൾ 5ഉം 6ഉം കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാവും, കുറച്ച് കല്യാണം ഉണ്ടാവും, കുറച്ചൊക്കെ ലിവിങ് ടുഗദറെ താമസിച്ചിട്ടുണ്ടാവും. അതൊന്നും മറച്ചു വയ്ക്കാതെ പിന്നെ 6 കല്യാണമാണെങ്കിൽ 3ാമത്തെയാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയും അങ്ങനെ വരാൻ തയ്യാറായ പെണ്ണുങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര ഇപ്പോൾ 3ാമത്തെയാന്ന് പറഞ്ഞാലും, ഇപ്പോൾ 6ആണെന്ന് പറഞ്ഞാലും സഹിച്ച് അത് വീടുകളിൽ അന്വേഷിക്കാതെയും കല്യാണം അങ്ങനെ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചിട്ട് നേരിട്ട് ആ പെൺകുട്ടി വേറെ അപ്പുറം നിൽക്കുന്ന ആ ലേഡിയും സമ്മതിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കല്യാണത്തിന് വരുമ്പോൾ ആ വീട്ടുകാരായിട്ട്, അപ്പോൾ കല്യാണത്തിന് അങ്ങനെ വന്ന് ഇനി കല്യാണം എന്നിട്ട് കഴിക്കുമോ, ചിലപ്പോൾ അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ, അല്ലെങ്കിൽ മുറിയിൽ വെച്ചിട്ട് സാരി കൊടുത്ത് മാലയിട്ട്
ഫോട്ടോ എടുത്താൽ മതിയല്ലോ, ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടാൽ മതി ഒരു ഇതിനു വേണ്ടി. അപ്പോൾ അങ്ങനെ ഇത് തുടങ്ങും. പക്ഷേ പിന്നെ സ്വന്തം ഫാമിലിയൊക്കെ പിന്നെ ആയിരിക്കും ഫാമിലി അറിയണത് പിന്നെ ആയിരിക്കും, അതുപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ ആ കെട്ടിയ പോയ പെണ്ണിനും പറ്റും, അതുപോലെ തന്നെ വീട്ടിലുള്ള ഭാര്യയ്ക്കും പറ്റും, മക്കൾക്കും. അപ്പം ഇതിപ്പോൾ പല ആൾക്കാരുടെ കണ്ണീരിൻ്റെ ഒരു ഭാണ്ഡം കയറിയായിരിക്കും ആൾ പോകണം. അങ്ങനെ ഓരോരുത്തരുടെ ചതിയിൽപ്പെട്ട് ഒരാൾ ആ ആൾക്ക് കരച്ചിലാണ്, ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു, അയാളുടെ ലൈഫ് പോയി. പിന്നെ എല്ലാ ആണുങ്ങളെ പോലെയും ചില സ്ത്രീകളും പോവും, ആണുങ്ങളും രണ്ടുപേരും പോകും കേട്ടോ. പക്ഷെ എല്ലാവരെയും പോലെയും ഈ പെണ്ണുങ്ങൾ അങ്ങനെ കൂടുതൽ എല്ലാവർക്കും കുറേ കെട്ടി പോകാൻ പറ്റില്ല. ആൾക്കാർ മാക്സിമം പെണ്ണുങ്ങൾ ഒരെണ്ണം ഫ്ലോപ്പായിപ്പോയി, രണ്ടാമത്തേൽ കെട്ടും, രണ്ടും കൂടി ഇതായി ചതിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് തീരൂല. എന്നാലും അവർക്ക് ഒത്തിരി ഡിപ്രഷനൊക്കെ ആവും. മനസ്സിനെ ഏറ്റവും മുറിവ് മാറ്റാനാണ് ഏറ്റവും പാട്. പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തവർക്ക് ഭയങ്കര ഒരു പാടായിരിക്കും ഇത്. അപ്പോൾ ഇന്നിപ്പോൾ 6 മിനിറ്റായി. ഞാനിപ്പോൾ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത നാളത്തെ വീഡിയോയിൽ പറയാം. കാരണം കുറേ ആകുമ്പോൾ അത് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത്, സെക്കൻഡ് മാരേജിനൊക്കെ പോണവർ, മാട്രിമോണിയിൽ നല്ല പ്രൊഫൈലൊക്കെ ആയിട്ട് വന്ന ആളുകൾ, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വീട്ടിൽ പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വീട്ടിൽ പോയി അന്വേഷിക്കണം. കാരണം അഡ്രസ്സിൽ അന്വേഷിക്കണം, വീട്ടിൽ അന്വേഷിക്കുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ കുറേ പിന്നീട് ദുഃഖിക്കേണ്ട വരില്ല. കുറേ റിയലായിട്ട് നടന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ആൾക്കാർക്കൊക്കെ ഒന്ന് ഇത് കൺമുന്നിലേക്ക് എത്തുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇനിയും സെക്കൻഡ് മാരേജിന് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലതായിരിക്കും. നേരത്തെയൊക്കെ പണ്ടൊക്കെ ആകുമ്പോൾ ആളുകൾ അവരുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിക്കാറ്. ഇപ്പം ഞാൻ വിശ്വാസത്തിന് പോലും അന്വേഷിക്കില്ല എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇപ്പം അന്വേഷിക്കുമെന്നൊക്കെ. എന്നാലും ആ വീട്ടിൽ പോയി നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇതിപ്പോൾ ഈ ആൾ പറയണ വാക്ക് മാത്രം കേട്ടിട്ട് ഇതിന് കല്യാണത്തിന് വീഴുന്ന പെണ്ണുങ്ങളുണ്ട്. ഒത്തിരി ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ സ്റ്റിൽ പറ്റിക്കൊണ്ടിരിക്കുന്നു, അതിൽ പറ്റിയ ആൾക്കാരുണ്ട്, സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാകുമ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും. പെണ്ണുങ്ങൾ അങ്ങനെ വരുമ്പോഴേ സെക്കൻഡ് മാരേജുകാർ സൂക്ഷിക്കുക. ഓക്കെ, ഇന്ന് ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. അടുത്തൊരു എക്സ്പീരിയൻസുമായിട്ട് നാളെ വേറൊരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊരു ചെറുതായിട്ടാണ് പറഞ്ഞത്. കുറേ പെണ്ണുങ്ങളുടെ കണ്ണുനീരുമായിട്ടായിരിക്കും പോണത്. കാരണം പല പെണ്ണുങ്ങളും കുഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ആരും സംസാരിക്കാനില്ല. നാളത്തെ വിഷയമെന്ന് വെച്ചാണെങ്കിൽ സംസാരിക്കാൻ ഇങ്ങനെ പ്രതിസന്ധിയിൽ തളരാതെ പെൺകുട്ടികൾ ആത്മഹത്യയൊക്കെ പോകണ്ടല്ലോ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം നാളെ. അപ്പോൾ എങ്ങനെ ബോൾഡൊക്കെ ആയിട്ട് നിൽക്കാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. Can I watch? Yes.